السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഇന്ന് നമുക്കെടുക്കാനുള്ള ബൈത്ത് ഏറ്റവും നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തോട് ഏറ്റവും കൂടുതൽ യോജിച്ച ബൈത്താണ്. നമുക്ക് നാളെ കോളേജ് തുറക്കല്ല, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ബൈത്ത് തന്നെയാണ് ഇന്ന് നമുക്ക് എടുക്കാനുള്ളത്. അപ്പോൾ ഏതായാലും നല്ല ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ. وودع اللوطان والأحبابا ودركم الفاكر بابا بابا وودع اللوطان والأحبابا ودركم الفاكر بابا بابا എന്നാണ് നമുക്കിന്ന് എടുക്കാനുള്ള വരി. ഇത് എന്താ പറയുക, കോളേജ് ജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി പറയാണ് ആ ഒരു ബൈത്താട്ടത്. അതാണ് പറയുന്നത്. വദ്യ നീ ഉപേക്ഷിക്കുക. വദ്യു എന്ന് പറഞ്ഞാൽ നീ യാത്ര പറയണമെന്നാണ്. അപ്പോൾ നീ ഉപേക്ഷിക്കണം. നീ ഉപേക്ഷിക്കണം. ഔതാന നാടുകളെ നിങ്ങൾ വെടിയണം, സ്വദേശങ്ങളെ നിങ്ങൾ വെടിയണം എന്ന് പറഞ്ഞാൽ സ്വയം നാട്ടിൽ നിന്നല്ല പഠിക്കേണ്ടത്, മറ്റു നാടുകളിൽ പോയിട്ടാണ് പഠിക്കേണ്ടത്. നാട് മീൻസ് സ്വന്തം വീടും അതിൻ്റെ ചുറ്റുപാടും, അതിൻ്റെ അപ്പുറത്തായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. ഔതാൻ എന്ന് പറഞ്ഞാൽ നാടുകൾ, സ്വദേശങ്ങൾ. അപ്പോൾ സ്വന്തം നാടുകളെ നിങ്ങൾ ഉപേക്ഷിക്കണം. അതുപോലെ തന്നെ പോരാ, അഹ്ബാബ സ്നേഹിതന്മാരെയും നിങ്ങൾ ഉപേക്ഷിക്കണം. ഔതാന സ്വദേശങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുക. അഹ്ബാബ സ്നേഹിതന്മാരെയും, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സ് അല്ലേ, ചങ്ക് ബ്രോകളൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കണം. എന്നിട്ട് പറയാണ് വദുർ നിങ്ങൾ കറങ്ങണം. വദുർ കമൽ ഫാഖീറു ബാബം ബാബ. വദുർ നിങ്ങൾ കറങ്ങണം. ദുർ എന്ന് പറഞ്ഞാൽ ദാറ, അതിൽ നിന്നാണ്. അപ്പോൾ വദുർ നിങ്ങൾ ചുറ്റിക്കറങ്ങണം. ഏതുപോലെ കമൽ ഫഖീറു ദരിദ്രരൊക്കെ ചുറ്റിക്കറങ്ങുന്ന പോലെ, ദരിദ്ര ചുറ്റിക്കറങ്ങുന്ന പോലെ. എവിടെ? ബാബൻ ബാബ വാതില്, വാതിലാന്തരം എന്ന് പറഞ്ഞാൽ വാതിലുകൾ തോറും ഫഖീർ എന്ത് ചെയ്യും? ഫഖീർ ചുറ്റിക്കറങ്ങൽ, ഓരോ വീടുകളിലും ഇങ്ങനെ കറങ്ങുന്നത് പോലെ പഠിക്കുന്ന നിങ്ങളെന്ത് ചെയ്യണം? ഇൽമിൻ്റെ ഓരോ വാതിലുകളിലും നിങ്ങൾ കറങ്ങണമെന്നാണ് പറയുന്നത്. ഫഖീറിനെ പോലെ കറങ്ങുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്, ഫഖീർ എന്താണ്? സമ്പന്നരായ ആളുകളുടെ വീടുകളിൽ കയറി ചെന്നിട്ട് എന്ത് യാചിക്കും? ഇൽമ ലഭിക്കാൻ, സമ്പത്ത് ലഭിക്കാൻ വേണ്ടി. അതുപോലെ എന്ത് ചെയ്യണം? ഇൽമ നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇൽമിൻ്റെ വാതിലുകളിലേക്ക് നമ്മൾ ചോദിക്കണമെന്നാണ്. ഇൽമ എവിടെയാണോ ഉള്ളത് ആ വാതിൽ പോയി മുട്ടി വിളിച്ച് ആ ഇൽമ തേടിയെടുക്കണമെന്നാണ്. സ്വഹാബത്തിൻ്റെ ചരിത്രമൊക്കെ അങ്ങനെയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും ഒരു ഹദീസ് പഠിക്കാൻ വേണ്ടി, നബി പറയുന്നൊരു കാര്യം പഠിക്കാൻ വേണ്ടി സ്വഹാബത്ത് ചെയ്ത ത്യാഗങ്ങളൊക്കെ എത്രയോ വലുതാണ്. അതുപോലെ തന്നെ സ്വഹാബത്തിൽ നിന്ന് താബീങ്ങൾ ഹദീസ് പഠിക്കാൻ വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളോ അതും ഇതുപോലെ തന്നെ വളരെ പ്രശസ്തനീയമായിരുന്നു. ഇതുപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നൊക്കെ ഹദീസ് പഠിക്കാൻ വന്ന മറ്റു സ്വഹാബാക്കളൊക്കെ അബൂ ഹുറൈറയുടെയും അതുപോലെ തന്നെ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെയും വീടിൻ്റെ പുറത്ത് രാത്രികൾ കഴിച്ചു കൂട്ടി മണലിലൊക്കെ കിടന്നുറങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് അത്രയും ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി, ഒരു ഇൽമ പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? കറങ്ങിക്കൊണ്ടേയിരിക്കണമെന്നാണ് പറയുന്നത്. കറങ്ങാൻ മീൻസ് എന്താ? ഈ ഇൽമുള്ള പണ്ഡിതന്മാരുടെ അടുത്തേക്ക് പോകണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ വാതിൽക്കലും നീ ചെല്ലണം. ഇൽമിൻ്റെ സദസ്സ്, ഇൽമ എവിടെയാണ് കിട്ടുന്നത് അവിടേക്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കണം. അതാ പറയുന്നത്. ആദ്യം എന്ത് ചെയ്യണം? ഔതാന സ്വദേശങ്ങൾ ഉപേക്ഷിക്കണം. അഹ്ബാബ സ്നേഹിതന്മാരെയും ഉപേക്ഷിക്കണം. എന്നിട്ട് പറയുകയാണ് വദുർ നിങ്ങൾ കറങ്ങുക. കമൽ ഫഖീറു ദരിദ്ര ചുറ്റിക്കറങ്ങുന്നത് പോലെ നിങ്ങൾ കറങ്ങുക. ബാബൻ ബാബ വാതിലുകൾ തോറും സ്വദേശത്തെയും സ്നേഹിതന്മാരെയും നിങ്ങൾ ഉപേക്ഷിക്കുക. ദരിദ്രൻ ചുറ്റിത്തിരിഞ്ഞ് എല്ലാ വാതിൽക്കലും കയറിയിറങ്ങുന്ന പോലെ നിങ്ങൾ കയറിയിറങ്ങുക എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക. വദ്യ എന്ന് പറഞ്ഞല്ലോ, സാധാരണ ഉപേക്ഷിക്കുന്ന തറക്ക എന്ന് വത്തുറുക്ക് എന്ന് പറഞ്ഞാലും മതി. പക്ഷേ ഇവിടെ വദ്യ എന്ന് പറയാനുള്ള കാരണം നമ്മൾ കാര്യമായി പരിഗണിക്കുന്ന സാധനത്തെ ഉപേക്ഷിക്കുക എന്നാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ പറയുന്നത് നിങ്ങൾ മൊബൈലുകളൊക്കെ ഉപേക്ഷിക്കുക, വാട്സപ്പും ഫേസ്ബുക്കൊക്കെ ഉപേക്ഷിക്കുക എന്നൊക്കെ പറയാം അല്ലേ. ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുമ്പോഴാണ് യാത്ര പറയുക. നമ്മുടെ സ്നേഹിതന്മാരൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ പറഞ്ഞയക്കുമല്ലോ ഗൾഫിലേക്കും, അതുപോലെ തന്നെ മറ്റു പഠിക്കാനും, അങ്ങനത്തെ എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുമ്പോഴാണ് വദ്ദ എന്ന് ഉപയോഗിക്കുക. അതാണ്
നിങ്ങൾ ഭയങ്കരമായി പരിഗണിച്ചിരുന്ന വസ്തുക്കൾ, അതാണ് എന്ത്, നാടും സ്നേഹിതന്മാരും. അതൊക്കെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അവരെ പറ്റാണ്ട് ഒഴിവാക്കുക എന്നല്ല. അവരെന്ത്, നമ്മൾ പഠിക്കാൻ വേണ്ടി താൽക്കാലികമായി അവരൊക്കെ ഒന്ന് മാറ്റിവെച്ച് പഠിച്ചതിന് ശേഷം അവരൊക്കെ സത്യത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നൊരു അർത്ഥമാണ് അവിടെ ഉള്ളത്. പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, നാടും കൂട്ടുകാരൊക്കെ ഉപേക്ഷിക്കണം. സ്വദേശവും സ്നേഹിതന്മാരല്ലേ, നാടും സ്നേഹിതന്മാരൊക്കെ എല്ലാ വ്യക്തികൾക്കും, നമുക്കെല്ലാവർക്കും എന്താണ്, ഭയങ്കരമായ പരിഗണിക്കേണ്ട വസ്തുക്കളാണല്ലോ സ്നേഹിതന്മാരും നാടൊക്കെ പറയുമ്പോൾ. അപ്പോൾ അതിനാണ്ട് ഒഴിവാക്കണം എന്നാണ്, അതിനെ താൽക്കാലികമായിട്ടൊന്ന് മാറ്റി നിർത്തുക എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇൽമ് കരസ്ഥമാക്കാൻ അഥവാ പഠിക്കാൻ ഇതൊക്കെ ചിലപ്പോൾ എന്തായി മാറും, ഒരു മുടക്കായി മാറും. നാടിനെക്കുറിച്ചുള്ള ചിന്തയും സ്നേഹിതന്മാരെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ എന്തുണ്ടാവും, ഇൽമ പഠിക്കുന്നതിലും തടയും. അത് ഉറപ്പാണ്, 100% ഉറപ്പാണ്. എന്ത്, പഠിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ എന്തിനെക്കുറിച്ച്, നാടിനെക്കുറിച്ചും സ്നേഹിതന്മാരെക്കുറിച്ചൊക്കെ ആണെങ്കിൽ ഫ്രണ്ട്സുകളുണ്ടാവും, ഒരുപാട് ഫ്രണ്ട്സുകളുണ്ടാവും. അതില്ലാത്തവരാരും ഉണ്ടാവില്ല. അപ്പോൾ നാട്, ഫ്രണ്ട്സ്, അതാണ് ആകെ ജീവിതത്തിലുള്ളതല്ലേ. അപ്പോൾ അതൊക്കെ എന്ത്, പഠിക്കുന്ന സമയത്ത് അതൊക്കെ ഒന്ന് അല്പം മാറ്റി വെക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ടത്, പഠിക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനത്തെ ചിന്തകൾ വരാൻ പറ്റൂല. കാരണം അള്ളാഹു താല തന്നെ പറയുന്നുണ്ട്, എന്ത്, മാ ജഅലല്ലാഹു ലിറജുലിൻ ഖൽബൈനി ഫീ ജൗഫി, ഒരാൾക്കും അവൻ്റെ ഹൃദയത്തിൽ, അവൻ്റെ ഉള്ളിൽ 2 ഹൃദയം കൊടുത്തിട്ടില്ല. ഒന്നെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ നാട്. നാടിനെ കുറിച്ച് ചിന്തകളാണെങ്കിൽ പിന്നെ പഠനം നടക്കൂല. അവൻ്റെ മനസ്സിലെപ്പോഴും നാടും സ്നേഹിതന്മാരും ചങ്ങായിമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തായാലും പഠനം നടക്കൂല. പകരം എന്ത് ചെയ്യണം, പഠനം എന്നുള്ള ചിന്ത, ഇൽമ കരസ്ഥമാക്കുക, അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുക, റസൂല് പഠിപ്പിച്ച കാര്യങ്ങൾ പഠിപ്പിക്കുക, അതിൻ്റെ മാർഗ്ഗങ്ങൾ, അത് പഠിക്കാൻ ആവശ്യമായ ഹദീസുകളും ആയത്തുകളും ഖുർആനും തഫ്സീറൊക്കെയാണ് ജീവിതത്തിൽ പഠിക്കേണ്ടത്. അതുപോലെ തന്നെ ഓരോ നിസ്കാരം, അതിൻ്റെയൊക്കെ എങ്ങനെയൊക്കെയാണ് ചിട്ടാവട്ടങ്ങളൊക്കെ, അതൊക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ ഹദീസുകൾ പഠിക്കണം. ഹദീസ് പഠിക്കുമ്പോൾ അതിൻ്റെ ഷറഹുകൾ പഠിക്കണം. അതൊക്കെ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അറബി പഠിക്കേണ്ടി വരും. അപ്പോൾ അറബി പഠിക്കാനുള്ള ഒരുപാട് മാർഗ്ഗങ്ങൾ ഉണ്ടാവും, നഹ്വും സർഫും, അതൊക്കെ അതിൻ്റെ മാർഗ്ഗങ്ങൾ തന്നെയാണ്. അപ്പോൾ എല്ലാം പിന്നെ അത് പഠിക്കുമ്പോൾ സാഹിത്യത്തിലൂടെ കടന്നു ചേരേണ്ടി വരും. അപ്പോൾ അത് പഠിക്കുക. അത് പഠിക്കുമ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ പഠിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ പഠിക്കുക എന്നാണ്. അപ്പോൾ അത് പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒറ്റ ഹൃദയമേ പറ്റുള്ളൂ. ഒരാൾക്കൊരു ഹൃദയമല്ലേ ഉള്ളൂ, 2 ഹൃദയം ഏതായാലും അള്ളാഹു കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഈ ചിന്ത മാത്രം ആക്കുക. പിന്നെ നമ്മൾ പറഞ്ഞെന്ത്, 2 കാര്യങ്ങളെ ഒരേ സമയം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അതാണ് എന്ത് പറയുന്നത്, നാടിനൊക്കെ ഒഴിവാക്കണം, കുടുംബക്കാരെയും സ്നേഹിതന്മാരെയൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞത്. ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ എന്താ, താൽക്കാലികമായിട്ട് അവരെ, നമ്മൾ പഠിക്കാൻ വേണ്ടി അവരൊക്കെ ഒന്ന് താൽക്കാലികമായി ഒന്ന് മാറ്റിവെക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ എന്താണ് അവരെ കൂടെ, അപ്പോൾ നാടിനെയും സ്നേഹിതന്മാർ, അഥവാ നാട്ടിലെ സ്നേഹിതന്മാരും അവരൊക്കെ ഉണ്ടായാൽ പഠിക്കാൻ കൂടുതൽ നമുക്ക് പ്രയാസമാവുമോ എന്നുള്ളതല്ലേ. അപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്വഹാബത്ത് കാര്യങ്ങൾ പഠിച്ചു, സ്വഹാബത്തിൽ നിന്നും താബിയങ്ങൾ പഠിച്ചു. അതിനിങ്ങനെ ഒരു ക്രമമുണ്ട്. അങ്ങനെ വന്ന് ഗസാലി ഇമാമിൽ നിന്നും രേഖപ്പെടുത്തപ്പെട്ടതായിട്ട് ഒരു കാര്യം ഇങ്ങനെ പറയാറുണ്ട്. ഗസാലി ഇമാം പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്, അൽ ഇൽമു ലാ യുതീക ബഅദഹു ഹത്താ തുതിയഹു കുല്ലക് അല്ലേ. എന്ന് പറഞ്ഞാൽ ഇൽമു ലാ യുതീക, നിനക്ക് നൽകപ്പെടുകയില്ല, ബഅദഹു, ഇൽമ അതിൽ നിന്ന് അല്പത്തെ പോലും നിനക്ക് നൽകപ്പെടുകയില്ല, ഹത്താ തുതിയഹു കുല്ലക്, നീ ഇൽമിന് മുഴുവൻ സമർപ്പിക്കുന്നത് വരെ. നീ എത്രത്തോളമാണോ ഇൽമ പഠിക്കാൻ വേണ്ടി സമർപ്പിക്കുന്നത്, അങ്ങനെ മുഴുവനായിട്ട് നീ സമർപ്പിച്ചാൽ തന്നെ, ഇൽമ പഠിക്കുക എന്ന ചിന്ത മാത്രമാക്കിയാൽ തന്നെ ഇൽമിൻ്റെ അല്പം മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളൊക്കെ അവസ്ഥ എന്താണ്, ഇൽമ പഠിക്കുക എന്നുള്ള ചിന്ത തന്നെയല്ല, ആർക്കോ വേണ്ടി പഠിക്കല്ലേ. അങ്ങനെ ഒന്നും ആവാതെ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ അള്ളാഹുവിൻ്റെ വജഹ് മാത്രം ഉദ്ദേശിച്ച് അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുക എന്ന ഉദ്ദേശത്തോടെ എന്ത് ചെയ്യണം, നാട്ടുകാരെയും നാടിനെയും സ്നേഹിതന്മാരൊക്കെ താൽക്കാലികമായി ഒന്ന് ഉപേക്ഷിക്കുക. ഓക്കെ. പിന്നെ ഇവിടെ എന്ത് പറഞ്ഞു, വാദിൽ അല്ലേ, വദുർ കമൽ ഫഖീറു അല്ലേ. ഇവിടെ കമൽ ഫക്കീർ എന്ന കമാ യദൂറുൽ ഫക്കീർ എന്നാണ്, ഫക്കീർ ചുറ്റിക്കറങ്ങുന്ന പോലെ കറങ്ങണമെന്ന് പറഞ്ഞു. ഇവിടെ ബാബൻ എന്ന് പറഞ്ഞു, വാതിലുകൾ. ഇവിടെ വാതിലുകൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് പണ്ഡിതന്മാർ എന്നാണ് കേട്ടോ. അഥവാ പണ്ഡിതന്മാരെ നിങ്ങൾ എന്ത് ചെയ്യണം, സമീപിക്കണം, ഓരോ പണ്ഡിതന്മാരുടെ അടുത്ത് നിങ്ങൾ കയറി ചെല്ലണം എന്നാണ് പറയുന്നത്. ഇൽമ കരസ്ഥമാക്കാൻ വേണ്ടി പണ്ഡിതന്മാരുടെ വാതിലുകളിൽ കയറണം എന്നർത്ഥം വെക്കുക. അതല്ല, ഈ വാതിൽ കൊണ്ട് ഉദ്ദേശം പണ്ഡിതന്മാർ തന്നെയാണ് എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വദ്ദ യുവദ്യു തൗദി അല്ലേ, അതിൻ്റെ അമ്രാണെന്ത്, വദ്യ. ഓക്കെ.
നമ്മൾ ഫഅലക്ക് ഫഅല എന്ന അർത്ഥം കൊടുത്താൽ എന്തുണ്ടാവും? ഒരു മുബാലക ഉണ്ടാവും. ഓക്കെ. പിന്നെ ഇവിടെ എന്ത് നമ്മൾ പറഞ്ഞെന്ത് തറക്കക്ക് പകരം അല്ലെങ്കിൽ ദ എന്നൊക്കെ അതിൽ നിന്ന് വദ്യ അല്ലെ എന്ന് ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? മുമ്പ് നല്ല എന്താ പറയുക എഴുത്തിനാ ചെയ്തിരുന്ന നല്ല പരിഗണിച്ചിരുന്ന കാര്യത്തെ ഒഴിവാക്കുമ്പോഴാണ് വദ്ദ എന്ന് ഉപയോഗിക്കുക. പിന്നെ എല്ലാ ആളുകൾക്കും എന്താണ് ഔത്താനും മഹബാബൊക്കെ എന്താണ് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തവരായിരിക്കും. പിന്നെ ഇവിടെ ഔത്താൻ എന്ന് പറഞ്ഞത് വത്തൻ എന്നുള്ളതിൻ്റെ ജമ്മാണ്. വത്തൻ എന്ന് പറഞ്ഞാൽ എന്താ? നാട്. വത്തന് എന്താ നിൽക്കുന്ന നാട് അല്ലെങ്കിൽ അവൻ ജനിച്ച നാട് എന്ന് നാട് എന്ന് അർത്ഥമുള്ളൂ. പിന്നെ അഹ്ബാബ് എന്നുള്ളതോ ഹിബിൻ്റെ ജമ്മാണ് അഹ്ബാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്ത് എല്ലാ സ്വഹാബത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ പറഞ്ഞത് എന്താണ്? എൻ്റെ ഹിബ് ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എൻ്റെ ഹിബ് പറഞ്ഞു, എൻ്റെ സ്നേഹഭാചനം പറഞ്ഞു എന്നാണ് എല്ലാ സ്വഹാബാക്കളും പറയും. അവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയും, അനസ് റളിയല്ലാഹു അൻഹും എല്ലാവരും എല്ലാ സ്വഹാബത്തും പറയും എൻ്റെ ഹിബ് പറഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന എന്ന് പറയാൻ. അവിടെ ഹിബ് എന്ന ഹദീസിൽ ഒരുപാട് സ്ഥലത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഹിബിൻ്റെ ജമ്മാണ് അഹ്ബാബ്. ഇവിടെ എന്താണ്? അഹ്ബാബ് എന്നാൽ സ്നേഹിതന്മാർ എന്നേ ഉള്ളൂ. അപ്പോൾ ഈ വൈത്തിൻ്റെ അർത്ഥം എന്താണ്? ഒരു മുതഅല്ലിമിനിക്ക്, ഒരു പഠിക്കാൻ ഉദ്ദേശിച്ച ആളുകൾക്ക് അനിവാര്യമാണ് എന്ത്? തെർക്കുൽ ഔത്താൻ, നാടൊക്കെ ഉപേക്ഷിക്കണം. അതുപോലെ തന്നെ വല്ല അഹ്ബാബ, സ്നേഹിതന്മാരെയും ഇതിൻ്റെ നാട്ടിലെ ചങ്ങായിമാരൊക്കെ ഉപേക്ഷിക്കണം. കാരണം ലിഅന്നഹുമ ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ ഔത്താനും മഹബാബും, നാടും ഫ്രണ്ട്സുകളുമെല്ലാം അതെന്താണ്? ഇൽമ് ലഭിക്കുന്നതിനെ തൊട്ട് പ്രയാസമാകും, അത് തടഞ്ഞു നിൽക്കുന്നതാണ്. അങ്ങനത്തെ രൂപത്തിലുള്ള ഫ്രണ്ട്സുകളെയും നാടിനെയൊക്കെയാണ് ഒഴിവാക്കാൻ പറയുന്നത് കേട്ടോ. പിന്നെന്ത്? നല്ല സ്നേഹിതന്മാരാണ് ഇൽമിൻ്റെ മാർഗ്ഗത്തിൽ എപ്പോഴും നമ്മൾ സഹകരിക്കുന്ന അങ്ങനത്തെ ഫ്രണ്ട്സുമാർ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടുപിടിക്കുക തന്നെ ചെയ്യണം. അത് നമുക്ക് കോളേജിൽ നിന്നൊക്കെ ലഭിക്കാൻ പോകുന്ന ഫ്രണ്ട്സുമാരൊക്കെ അങ്ങനത്തെ ചങ്ങായിമാരായിരിക്കും അല്ലേ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും പിന്നെ പറഞ്ഞു വദുർ എന്നുള്ളത് ദാറ യദൂറു ഐ തഹറക് എന്ന് പറഞ്ഞാൽ നീ ചലിക്കുക, നീ കറങ്ങുക. കമൽ ഫക്കീർ എന്ന് പറഞ്ഞാൽ കമാ യദൂറുൽ ഫക്കീറു, ഫക്കീർ കറങ്ങുന്ന പോലെ. ഫക്കീർ എന്ത് ചെയ്യും? കിട്ടാൻ വേണ്ടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും, ഒരേ ലക്ഷ്യത്തിലല്ലേ. എന്തെങ്കിലും വിശപ്പടക്കണം. മുതഅല്ലിമീങ്ങളാണെങ്കിലോ ഇൽമ് എന്നുള്ള വിശപ്പടക്കാൻ വേണ്ടി അതിനെങ്ങനെ കറങ്ങണം എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ കറങ്ങുക എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ എന്താണ്? ഒരു വലിയ ഉസ്താദൻ, ആ ഉസ്താദൻ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കൂട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് നിന്ന് തന്നെ എല്ലാം ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അത് മതി, അതാണ് ഏറ്റവും നല്ലതല്ലേ. അത്രയും സമയ ലാഭമല്ലേ. എല്ലാം അറിയുന്ന, എല്ലാ കാര്യങ്ങളും ഭൗതികമായിട്ടും എന്താ പറയുക ആത്മീയമായിട്ടുള്ള എല്ലാം നൽകാൻ കഴിയുന്ന ഒരു ഉസ്താദിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ കീഴിൽ, അല്ലെങ്കിൽ ഒരു കോളേജിൻ്റെ കീഴിലൊക്കെ ആണെങ്കിൽ അത് തന്നെ ധാരാളമാണ്. അതിലെ ഓരോ വിഷയങ്ങളുടെ അടുത്തും കറങ്ങുക എന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. പിന്നെ പറയുന്നുള്ളത് കമൽ ഫാഖീറു ബാബൻ ബാബ, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഈ വൈത്ത് നല്ല ശ്രദ്ധിക്കട്ടോ. വദുർ കമൽ ഫാഖീറു ബാബൻ ബാബ വല്ലഹ്ബാബ. എന്ത് ചെയ്യണം? നീ ഉപേക്ഷിക്കുക, നീ വെടിയണം. അല്ലൗതാന സ്വദേശങ്ങളെയും, വല്ലഹ്ബാബ സ്നേഹിതന്മാരെയും. അതുപോലെ തന്നെ വദുർ നീ കറങ്ങണം. കമൽ ഫക്കീർ ആരെപ്പോലെ? ഫക്കീർ ദരിദ്രർ കറങ്ങുന്ന പോലെ. ബാബൻ ബാബ ഓരോ വാതിലുകൾ തോറും കറങ്ങുന്നത് പോലെ നിങ്ങൾ കറങ്ങണം എന്നാണ് മുസന്നിഫ് നമ്മോട് പറയുന്നത്. ഓക്കെ. ഇവിടെ ബാബൻ ബാബ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫക്കീർ എന്ത് ചെയ്യും? സമ്പന്നരുടെ വീടുകളിൽ കയറി ചെല്ലുന്ന പോലെ, ഇൽമിനെ അവർ സമ്പത്തിനെ യാചിക്കുന്നത് പോലെ, അവർക്ക് എന്തെങ്കിലും അവരുടെ വിശപ്പടക്കാൻ അവർ യാചിക്കുന്നത് പോലെ മുതഅല്ലിമീങ്ങളായ ത്വാലിബീങ്ങളായ വിദ്യാർത്ഥികൾ അല്ലേ, അവരെന്ത് ചെയ്യണം? ഓരോ പണ്ഡിതന്മാരുടെ അടുത്തേക്ക് ഓരോ ക്ലാസ്സുകളിലൊക്കെ ശ്രദ്ധിച്ച് കേട്ട് അതിനേക്ക് വേണ്ടി തയ്യാറായിരിക്കണം എന്നാണ് ഈ കവിത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് പറയാം എന്ത്? നമ്മൾ പറയാം അൽ വുഥാന എന്ന് പറയും. എന്ത്? ഗ്രഹാരുതത്വം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നൊസ്റ്റാൾജിയ എന്ന് പറയുന്നതാണ്. ഓക്കെ. പിന്നെ പറഞ്ഞത് എന്തായിരുന്നു? ഒവദ് ഇല്ലൗത്താൻ, നാട് വിടുക എന്നുള്ളതിൻ്റെ ഒറ്റക്കർത്ഥം പറയുമ്പോൾ കേട്ടോ, നാടിനെയും സുഹൃത്തുക്കളെയും നിങ്ങൾ വെടിയണം, വിജ്ഞാനത്തിൻ്റെ ഓരോ കവാടങ്ങളും നിങ്ങൾ ചുറ്റിക്കറങ്ങണം എന്നാണ് ഇതിൻ്റെ ടോട്ടലായിട്ട് അർത്ഥം പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ. അസ്സലാമു അലൈക്കും.